കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈനയിൽ നിന്നുള്ള ചില വാർത്തകൾ നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ പുതിയൊരു വൈറസ് പടർന്നു പിടിക്കുന്നു എന്നതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന പുതിയൊരു രോഗാണു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലും HMPV ബാധ എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. രാവിലെ ബംഗളൂരുവിൽ 1 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളിൽ രോഗബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്തകൾ വന്നു. ഇപ്പോൾ അഹമ്മദാബാദിൽ മറ്റൊരു കുട്ടിക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നത്. ഇങ്ങനൊരു വാർത്ത വന്നതിന് പിന്നാലെ നമ്മുടെയൊക്കെ ഫോണുകളിൽ, പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു കാർഡ് വന്നു കാണും, ഇനി പേടിക്കണം, പുറത്തിറങ്ങാൻ പേടിക്കണം എന്ന രീതിയിലൊക്കെ. കോവിഡ് കാലം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് പോവാത്തത് കൊണ്ട് തന്നെ ആ ആശങ്ക സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? IMA കോവിഡ് റിസർച്ച് സെൽ കോ ചെയർമാനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ രാജീവ് ജയദേവൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കാൻ നമ്മളോടൊപ്പമുണ്ട്. പ്രേക്ഷകർക്കും അവരുടെ സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കോവിഡ് കാലത്തൊക്കെ സ്ഥിരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, പേടിയോടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്കൊക്കെ ശേഷം വീണ്ടും ചൈനയിൽ നിന്ന് എന്ത് വൈറസ് ബാധയുടെ വാർത്ത വന്നാലും നമുക്കൊക്കെ ഒരു പേടിയാണ്. ആ സ്വാഭാവികമായി ആ പേടിയാണ്. അല്പം മുമ്പ് തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു 3 ഗ്രൂപ്പുകളിലെങ്കിലും ഇങ്ങനെ ഒരു വൈറസ് ബാധ ഇന്ത്യയിലും എത്തിയെന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ HMPV പരിശോധന നടത്തുകയാണെങ്കിൽ, വ്യാപകമായി പരിശോധന നടത്തുകയാണെങ്കിൽ എത്രത്തോളം പേരിൽ HMPV ഉണ്ടാവും? കേരളത്തിൽ ഇപ്പോൾ അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ജലദോഷം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധ രോഗവുമായി ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഈ ചോദിച്ചതുപോലെയുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ, അതായത് ഇൻപേഷ്യന്റ് ആയിട്ട് ന്യൂമോണിയയോ അതുപോലെയുള്ള പ്രശ്നങ്ങളുമായി കിടക്കുന്ന കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 6% വരെ, അതായത് 100-ൽ 3 മുതൽ 100-ൽ 6 കേസ് വരെ ഈ വൈറസ് മൂലം ഉണ്ടാകാം. മറ്റനവധി വൈറസുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ജലദോഷം മുതൽ ന്യൂമോണിയ വരെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് വിളിക്കുന്ന HMPV വാസ്റ്റ് മെജോറിറ്റി, അതായത് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വെറും മൂക്കൊലിപ്പും ജലദോഷവും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സ്പഷ്ടമായി പറഞ്ഞത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ വെറും മൂക്കൊലിപ്പുമായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള സങ്കീർണമായിട്ടുള്ളതും വിലപിടിപ്പുള്ളതുമായ ചിലവേറിയമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഡോക്ടർമാർ ചെയ്യാറില്ല. കാരണം താനെ മാറുന്ന രോഗമാണെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചിലവ് നമ്മൾ ചെയ്ത് ഈ വൈറസ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്? എന്നാൽ ചില റിസർച്ച് സെറ്റിംഗിൽ, സർവൈലൻസ് എന്നൊക്കെ പറയും, ആ റിസർച്ച് സെറ്റിംഗിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിശോധനകൾ വേണ്ടി വന്നേക്കാം. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികളിൽ ഏത് വൈറസ് ആണ് ഉള്ളത് എന്നുള്ള സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അപ്രകാരം പരിശോധന ചെയ്തപ്പോഴാണ് ബാംഗ്ലൂരിൽ ഇതുപോലെ 2 കുഞ്ഞുങ്ങൾക്ക്, 1 വയസ്സിൽ താഴെയുള്ള 2 കുഞ്ഞുങ്ങൾക്ക് ഈ വൈറസ് ഉണ്ട് എന്ന് മനസ്സിലായത്. പക്ഷെ അതിന്റെ അർത്ഥം ഈ വൈറസ് ചൈനയിൽ നിന്നും ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നു എന്നുള്ളതൊന്നുമല്ല. ചൈനയിലുമുണ്ട്, കെന്യയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, നെതർലൻഡ്സിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്. ഏത് രാജ്യത്തു നിന്നുള്ള പബ്ലിക്കേഷൻസ് നമുക്ക് എടുത്ത് നോക്കാം, പബ്മെഡിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി. എല്ലാ രാജ്യങ്ങളിലും, അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വൈറസിന്റെ സാന്നിധ്യം എല്ലായിടത്തും തന്നെയുണ്ട്. അതിന്റെ പ്രത്യേകത ഈ 3 മുതൽ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. രോഗമെന്ന് പറയാൻ സാധിക്കുകയില്ല, ഇൻഫെക്ഷൻ എന്ന് പറയാം. അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരുമായി കോണ്ടാക്ട് ഉള്ള മുതിർന്നവർക്കും ഈ ഒരു ജലദോഷ ലക്ഷണങ്ങൾ വരാറുണ്ട്. എന്നാൽ പ്രശ്നമുണ്ടാകുന്നത് ഇതിലൊന്നുമല്ല. ആസ്മ ടെൻഡൻസി ഉള്ള കുട്ടികൾ, ചില കുട്ടികൾക്ക് അവരുടെ ശ്വാസകോശത്തിന്റെ രീതി വെച്ചിട്ട് അവർക്ക് ഈ അവരുടെ എയർവേസ് എന്ന് പറയും, പെട്ടെന്ന് അവർക്ക് ഉണ്ടാകാനുള്ള ടെൻഡൻസിയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ഇപ്രകാരമുള്ള HMPV മാത്രമല്ല, ഏത് വൈറസ് ഇതുപോലെ ശ്വാസകോശ വൈറസ് ബാധിച്ചാലും അവർക്ക് ചിലപ്പോൾ ഒരു ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം. അതങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല, അങ്ങനെ മരണമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇനി അതുപോലെ തന്നെ വളരെ ചുരുക്കം പേർക്ക് നേരത്തെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള 2 കുട്ടികൾക്ക് ഉണ്ടായതുപോലെയുള്ള ബ്രോങ്കോ ന്യൂമോണിയ, ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂമോണിയയാണ്. ആദ്യത്തെ കുട്ടി ആശുപത്രി വിട്ടു, സുഖം പ്രാപിച്ചു. 2ാമത്തെ കുട്ടി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ബ്രോങ്കോ ന്യൂമോണിയ.
പഠനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് വരെ 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ, കുട്ടികളുടെ നമ്മുടെ സ്രവം, അതായത് സീറം ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുൻകാലങ്ങളിൽ ഈ HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഈ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് 100% എന്നാണ് പറയുന്നത്. 90 to 100% കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്, നമ്മൾ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചൈനയിൽ എന്തോ സംഭവിക്കുന്നു, അടുത്ത ദിവസം നമ്മുടെ ഇന്ത്യയിൽ സ്ഥിരീകരിക്കും കേൾക്കുമ്പോൾ നമുക്ക് കോവിഡിന്റെ ഓർമ്മകളാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ ഈ രോഗം കണ്ടെത്താനാകുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല, എങ്കിലും കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഇത്ര മെച്ചപ്പെട്ടതായതുകൊണ്ടും മറ്റുമൊക്കെയാണ് നമ്മളിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി അല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതേപറ്റിയുള്ള വിജ്ഞാപനം ICMR തന്നെ അതേപ്പറ്റി ഇന്നുള്ള അപ്ഡേറ്റ്സ് അടക്കം അവരൊരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന്റെ രത്നച്ചുരുക്കം ഇതാണ്: പേടിക്കേണ്ട കാര്യമില്ല, ഇത് പുതിയ വൈറസ് അല്ല, പണ്ടുകാലം മുതലുള്ളതാണ്. അത് ബാംഗ്ലൂരിൽ പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് ഇവർക്ക് കണ്ടെത്താനായത്. ഇത് ചൈനയിൽ നിന്നും വന്നതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല. ഈ കുട്ടികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഈ ഫോറിൻ ട്രാവൽ, വിദേശയാത്രയുടെ ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും നമുക്കറിയാം, കേരളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് പ്രവാസികളുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണാണ്. അപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പൊ അവരൊരു വൈറസ് കൊണ്ടുവരുമോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, നമ്മളോടൊപ്പം പ്രേക്ഷകരും കൂടെ ചേരും. അവർക്കും സംശയങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ പേടി ഉണ്ടാവുന്നത് സ്വാഭാവികവുമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലും ജലദോഷമോ അല്ലെങ്കിൽ ചുമയോ പനിയോ ഒന്നും ഇല്ലാതെയല്ല ഈ ഒരു വിന്റർ സീസൺ കടന്നു പോകുമ്പോഴത്തേക്ക് എന്തായാലും ഉറപ്പായും ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവും. ഇത് എപ്പോൾ ഡോക്ടറെ കാണിച്ചൊരു കുറച്ച് ഗൗരവമുള്ളൊരു ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയിക്കണം. അതായിരിക്കുമല്ലോ ഏറ്റവും പ്രാഥമികമായ സംശയം. എപ്പോ അവഗണിക്കണം, എപ്പോ ഇതിനെ പരിഗണിക്കണം? നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം, ഈ കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ജലദോഷത്തിന്റെ ലക്ഷണവും നിസ്സാരമല്ലാത്തതിന്റെ ലക്ഷണവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നിസ്സാരമായിട്ടുള്ള ജലദോഷം കുഞ്ഞുങ്ങൾക്ക് 2 വർഷം 2-3 തവണ വന്നു പോകുന്നതാണ്, നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുള്ളതുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. കുഞ്ഞ് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞാണെങ്കിൽ അതിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണ രീതിയാണ് അതിനകത്ത് പ്രധാനമായും വരുന്നത്. അല്ലെങ്കിൽ അത് കുഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഛർദി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട്, നെഞ്ച് ഇങ്ങനെ അമരുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും പതിവിൽ നിന്നും എന്തെങ്കിലും മാറ്റം തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് സമീപിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്.